നമസ്കാരം, അമൃതാണ്. സുധ കൊങ്കറ എന്നുള്ള സംവിധായികയുടെ സിനിമയാണെന്നുള്ളത് കണ്ടിട്ടാണ് ഈ സിനിമ കാണാമെന്ന് വെച്ചത്. പക്ഷേ എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ റൈറ്റിങ്, ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഇവരല്ല. നമ്മുടെ വൈരമുത്തു ലിറിക് റൈറ്ററിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പേര് മദൻ കർക്കി, ഷാൻ കറുപ്പുസ്വാമി, ഗണേശ, ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. സുധ കൊങ്കറ ജസ്റ്റ് അവരുടെ ആ ഒരു ബ്രാൻഡ് നെയിം വെച്ച് അവരെ ആസ് എ ഡയറക്ടർ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഈ സംവിധാനം ചെയ്യിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരത്തി ഇതിൻ്റെ റൈറ്റിങ്ങിലില്ല എന്നുള്ളത് സിനിമയിൽ വളരെ എവിഡൻ്റ് ആയിട്ട് അറിയാനുണ്ടായിരുന്നു. കാരണം അവരുടെ സൂര്യ റിപ്പോർട്ടർ എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവരും കൂടെ എഴുതിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഒന്നും ഈ സിനിമയ്ക്കകത്ത് ഒരു സ്ഥലത്തും ഫീൽ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര നിരാശ തോന്നി. സിനിമ തുടങ്ങി അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോഴേ മനസ്സിലായി ഈ സാധനം കയ്യിൽ നിന്ന് പോയെന്നുള്ളത്. പിന്നെ ഈ ലാംഗ്വേജ്, അതായത് ഹിന്ദി വിരുദ്ധത, അങ്ങനെയൊക്കെയുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ റിയൽ ഇൻസിഡൻസുമായിട്ട് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇന്ദിരാഗാന്ധിയൊക്കെ ആ കാലത്ത്, ഇന്ദിരാഗാന്ധിനെയൊക്കെ കുറേ കാസ്റ്റിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയായിട്ട് സാമ്യം വരുന്ന രീതിയിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആ ഒരു ആക്ട്രസ് നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. എനിക്കത് മാത്രമാണ് ഒരു പെർഫെക്റ്റ് സംഭവമായിട്ട് തോന്നി. ബാക്കിയുള്ള എല്ലാം ഒരു എന്താ പറയുക, ഒരു പക്ക ഡ്രാമയെന്നും പറയാൻ പറ്റത്തില്ല. ഡ്രാമയാണെങ്കിൽ കൂടി അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ടാകും. ഒരു സിനിമാറ്റിക് ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ടാകും. ഇത് അങ്ങനെയുള്ള ഒരു സംഭവമില്ല. അതായത് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ കണക്റ്റിംഗ് സിനിമയായിട്ട് തുടക്കം മുതൽ തന്നെ കിട്ടിയിട്ടില്ല. പിന്നെ ജയം രവി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഇതിനകത്ത് വൺ അമംഗ് ദ ലീഡ് ക്യാരക്ടറാണ്. നെഗറ്റീവ് ഷെയ്ഡുള്ള ബട്ട് എപ്പോഴും പുള്ളിയുടെ പ്രസൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ആളൊരു പക്ക അഭിനയം, ഒരു നാടകത്തിൽ പോലും ഒരു ആക്ടർ ഇതുപോലെ അഭിനയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചെങ്കിലും ഒരു ഈസി ആയിട്ട് ഒരു നാടകത്തിലാണെങ്കിലും അവർ അഭിനയിക്കും. പക്ഷേ ഇദ്ദേഹം ഭയങ്കര മസിൽ പിടിച്ച് ആ വണ്ടിയിൽ നിന്നൊക്കെ വന്ന് ഇറങ്ങി നിൽക്കുന്നത് തന്നെ ഇങ്ങനെ മസിൽ പിടിച്ച് എന്ത് ബോറായിട്ടുണ്ടായിരുന്നു അറിയാം. പിന്നെ ഈ സിനിമ കാണാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ GVP ആണ്. GVP ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊന്നും പുള്ളിക്ക് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. പക്ഷേ എങ്കിലും പാട്ടുകളൊക്കെ, ഒരു പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, നല്ലതായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടെന്നല്ല, പാട്ടുകളൊക്കെ ഓക്കെയാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം ആ സിനിമയ്ക്ക് സിങ്ക്രണൈസ്ഡ് ആയിട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ആ ഒരു പെർഫെക്ഷൻ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓവറോൾ ആ സിനിമ ഇങ്ങനെ കയ്യിൽ നിന്ന് പോയണക്കെ അങ്ങ് എടുത്ത് വെച്ചിരിക്കും. ഇപ്പോൾ സുധ കൊങ്കറ എന്ന് പറയുന്ന ഡയറക്ടറിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരത്തെങ്കിലും ഓരോ ഷോട്ട്സിലും വരുത്തേണ്ട ഒരു പെർഫെക്ഷൻ പുള്ളിക്കാരത്തെയും വളരെ ഉഴപ്പി ചെയ്തിരിക്കുന്ന കണക്കാണ് സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പറഞ്ഞു വന്ന് സിനിമ ഡിസ്കസ് ചെയ്ത ആ ഒരു ടോപ്പിക്ക്, സിനിമയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഒരു കാലത്ത് ഹിന്ദി എന്ന് പറയുന്ന ഭാഷ ഈ എല്ലാ രാഷ്ട്രഭാഷ എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്തുകൊണ്ട്, അങ്ങനെ കൺസിഡർ ചെയ്യാനല്ല, ഇതിനകത്ത് സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിരുന്നതാണെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളെടുത്ത് പോലും ഈ സിനിമ ഒട്ടും നീതി പുലർത്തിയില്ലെന്നാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതായത് നമ്മളെ ഫോഴ്സ്ഫുള്ളി നമ്മുടെ മാതൃഭാഷ, ഓരോ ഭാഷകൾ, ഇപ്പോൾ മലയാളം, അതുപോലെ തമിഴ്, സൗത്ത് ഇന്ത്യൻ ഭാഷകളെയാണ് ഇതിനകത്ത് സ്ട്രെസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ഫോഴ്സ്ഫുള്ളി ഹിന്ദി പഠിച്ച് ഹിന്ദി തന്നെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എഴുതണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, IAS ആയിരുന്നാലും IPS ആയിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അത് ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ബേസ് ലെവലിൽ നിന്ന് ഹിന്ദി പഠിക്കണം എന്നുള്ളൊരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള ഒരാൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന കണക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാളിന് ഹിന്ദി പഠിച്ചുകൊണ്ട് ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ അപ്പിയർ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൻ്റെ കഥയിൽ അല്ലെങ്കിൽ ഈ സിനിമയുടെ അകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നതൊക്കെ ആ രീതിയിലാണ്. അപ്പോൾ അത് ശരിക്കും റിയാലിറ്റിയിൽ അങ്ങനെ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനി വാസ്തവമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ കുറേ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് GVPയുടെ സംഗീതവും സിനിമയിൽ അങ്ങോട്ട് ഒരു പെർഫെക്റ്റായിട്ട് സിങ്കായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഓവറോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് സിനിമയുടെ അടുത്ത് തുടക്കത്തിൽ തന്നെ ഒരു ഗംഭീര ഷോട്ട് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് തുടക്കത്തിൽ പഴയ കാലഘട്ടത്തിലോട്ടങ്ങ് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു നോൺ ലീനിയർ കൈൻഡ് ഓഫ്, അതായത് ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ, ഒരു ടൈമിൽ പല സ്ഥലങ്ങളിൽ പല പല ഇൻസിഡൻസ് നടക്കുന്ന രീതിയിൽ ഇങ്ങനെ ട്രാൻസിഷൻ ചെയ്ത് കാണിക്കുമല്ലോ, അതുപോലും അങ്ങോട്ട് അതിൻ്റെ ഒരു പഞ്ചുണ്ടല്ലോ, ആ സാധനമൊന്നും നമുക്ക് ആ സിനിമയിൽ ഒട്ടും അങ്ങോട്ട് കണക്റ്റ് ആവുന്നു. ഞാൻ ശരിക്കും ഇത് ഫസ്റ്റ് ഹാഫ് വരെ എങ്ങനെയെങ്കിലും അഴിച്ച് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയാലോ എന്ന് തന്നെ വിചാരിച്ചാണ്. പിന്നെ കയറിപ്പോയില്ലേ സുധ കൊങ്കറ. ഇനി സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും അവരുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എന്നുള്ള വിധത്തിൽ ഇരുന്നതാണ്. പിന്നെ ഫൈറ്റ് സീക്വൻസുകളായിരുന്നാലും VFX, CG, ഇതൊക്കെ
അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പരിപാടികളാണ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ എന്താണ് പറയാൻ അല്ലെങ്കിൽ എന്താണ് ഈ സിനിമയിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ആ സിനിമയുടെ അകത്ത് വളരെ ഡീപ്പായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു ഇമോഷനുമായിട്ട് നമുക്ക് ഒരു രീതിയിൽ എനിക്കൊട്ടും അത് കണക്റ്റ് ആകാൻ കഴിഞ്ഞില്ല. പിന്നെ എൻ്റെ മുന്നിൽ 1-2 തമിഴരിരുന്ന് ഈ സിനിമ കാണുന്നുണ്ടായിരുന്നു. അവർ ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേക്ക് കൈയടിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആ ഒരു വികാരം വരുന്ന ചില ഡയലോഗ്സ് വരുന്ന സമയത്തൊക്കെ അവരുടെ കയ്യിൽ നിന്നൊരു കയ്യടി കേട്ട. അത് കുറേ തമിഴരുണ്ടായിരുന്നു. അതിൽ 2 പേരാണ്, ഒരാളാണ് മെയിനായിട്ടും കൈയടിക്കുന്നത് കേട്ടത്. എന്നാൽ നല്ല ക്രൗഡായിട്ട് തന്നെയാണ് കണ്ടതാണ്. ഫസ്റ്റ് സിനിമ റിലീസിൻ്റെ അന്ന് തന്നെയാണ് ഈ സിനിമ കണ്ടത്. സോ ഓവറോൾ ഒരു ട്രാജഡി ആയിരുന്നു സിനിമ. ട്രാജഡി ഇൻ ദ സെൻസ് കാശി പോയി എന്നുള്ള ആ ഒരു ട്രാജഡി ആയിരുന്നു. കാശി പോയത് മാത്രമല്ല, സമയം ഇതെല്ലാം നഷ്ടമായി എന്നുള്ളൊരു വലിയൊരു വിഷമത്തിലാണ്. പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംവിധായകർ അവരവരുടേതായിട്ടുള്ളൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബ്രാൻഡ് ഡയറക്ടറാണ് സുധാ കൊങ്കറ എന്നുള്ള പേര്. ഒരൊറ്റ സിനിമ എടുത്തിട്ടുള്ളെങ്കിലും ആ സിനിമയിലൂടെ നമുക്ക് ഭയങ്കര ഒരു പ്രോമിസിങ് നെയിമായി മാറിയ ഒരു സംവിധായികയാണ്. അപ്പോൾ അവരുടെ ഒരു ബ്രാൻഡ് വെച്ചുകൊണ്ടാണ് ഈ സിനിമ, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോണ്ടൻറ്റ് കൺസീവ് ചെയ്തിരിക്കുന്നവരായിരുന്നാലും ഇവരെ വെച്ചുകൊണ്ട് ഈ സാധനത്തിന് ഹൈലൈറ്റഡ് ആക്കണം, അല്ലെങ്കിൽ ഇവർ സംവിധാനം ചെയ്യുമ്പോഴത്തേക്ക് അതിന് നമ്മളൊരു വിശ്വാസം അർപ്പിക്കുമല്ലോ ഓഡിയൻസ്. ആ ഒരു സെല്ലിംഗ് പോയിൻ്റ് കണ്ടുകൊണ്ടായിരിക്കും ഈ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ അത് അവരുടെയും കൂടെ കരിയറിനെയും കൂടെ ബാധിക്കുന്ന രീതിയിലാണ് സിനിമ ഓവറോൾ എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതായത് ഇനി സുധാ കൊങ്കറ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ റൈറ്റേഴ്സ് ആരെന്നും കൂടെ നമ്മൾ നോക്കിയിട്ട് പോയി കാണേണ്ട ഒരവസ്ഥയുണ്ട്. ഞാനിതിപ്പോൾ ഒരു ഡയറക്ടറെ ഡിഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മൂവിയെ ഡിഗ്രേഡ് ചെയ്യുകയോ ഒന്നുമല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതുപോലെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 10 ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ വർക്കായെന്ന് വരാം. ഞാൻ എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ് ഈ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 10 ഞാൻ ഒരു 6 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.